എന്താണ്? എവിടെയായിരുന്നു? രാവിലെ കണ്ടില്ല. എവിടെയായിരുന്നു? എവിടെയായിരുന്നടാ? എവിടെയായിരുന്നു? എവിടെയായിരുന്നു? രാവിലെ കണ്ടില്ല എന്നെ. എവിടെയായിരുന്നു? 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 ആ പേടിക്കാം പേടിക്കാം പേടിക്കാം. പോ പൊന്മലയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം. പേടിച്ചേരാ 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 തിരക്ക്. എന്താടാ? എവിടെയായിരുന്നു? എന്താ സംഭവം? എന്താണ്? എവിടെയായിരുന്നു? രാവിലെ ഇവിടെ നോക്കിയല്ലോ, കണ്ടില്ലല്ലോ. ഞാൻ പോണു. ആ മതി. ഇത് മഹേഷ് വടക്കാഞ്ചേരി എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, മൃഗസ്നേഹി. മഹേഷ് ഏട്ടൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് രാവിലെ തെരുവ് നായ്കൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടാണ്. ഏകദേശം 50-ലേറെ നായ്കൾക്കാണ് ദിവസവും മുടങ്ങാതെ മഹേഷ് ഏട്ടൻ ആഹാരം നൽകി വരുന്നത്. അതിൽ നായകളുടെ ഒരു നേതാവുണ്ട്, പേര് പൊന്മല. ബാക്കി കഥ ദേ കണ്ടു നോക്കും. ഇങ്ങനെ കൊറോണ സമയം മുതലുള്ള ബന്ധമാണ്. ഒരു കുറേ പേരുണ്ട്. ഇവനെ ഇന്നിപ്പോ എന്നെ കണ്ടോളൂ. ഇവന്റെ പേര് പൊന്മല എന്നാണ്. അല്ലേ പൊന്മല? തിരുവനന്തപുരം അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ രാത്രി സമയങ്ങളിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ എന്നെ കൊണ്ടുവന്ന് വീട്ടിലാണ്. എൻ്റെ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. അതെ കണ്ടു അല്ലേ? ഓടി വന്ന് കൂടി ഇരിക്കുക. എന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പോവുള്ളൂ. ആളുകളൊക്കെ പറയുന്നത് നിങ്ങളെ പോലുള്ള ആളുകളാണ് തെരുവ് നായകളെ വളർത്തുന്നത്, അതുകൊണ്ടാണ് ഈ പട്ടികളൊക്കെ ആളുകളെ ഒട്ടിച്ചിട്ട് കടിച്ച് ഉപദ്രവിക്കുന്നു പറയുന്നത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അത് പറയാനുള്ളത്, തെരുവ് നായ്കളെ കുറിച്ച് നമ്മൾ ഒരുപാട് വീടുകളിൽ ഒരുപാട് സംരക്ഷണം കൊടുക്കുന്ന മൃഗമാണ് നായ്. പിന്നെ ഏറ്റവും കൂടുതൽ കൊടുത്താൽ നന്ദിയുള്ള ഒരു വർഗവും നായ് തന്നെയാണ്. ഒരു മനുഷ്യന് ആയുഷ്കാലം മൊത്തം ആഹാരം കൊടുത്ത ഒരു നേരം നമ്മൾ തിരിഞ്ഞു കൊത്തുന്ന മനുഷ്യരാണ് ലോകത്തുള്ളത്. അനുഭവമാണ്, നമ്മൾ കുറ്റമല്ല പറയുന്നത്. എങ്കിൽ പോലും നായ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അതിൻ്റെ നന്ദി എപ്പോഴും ഉണ്ട്. ഇത് 9 മക്കൾ പെറ്റ ഒരു തള്ളയാണ്. 9 മക്കളാണ്. കണ്ട 9 പേരാ. ഇവര് വളർന്നു വന്നാൽ ഇവരെ പോലെ തന്നെയാണ് നമ്മുടെ എന്താ. അപ്പൊ 9 മക്കളുടെ തള്ളയാണ് ഈ കാണുന്നത്. ഒന്ന് നോക്ക, എണ്ണിയൊക്കെ 9 മക്കൾ. അപ്പോൾ വീട്ടിലും സംരക്ഷണം കൊടുക്കുന്ന ഒരു നായിയാണിത്. അപ്പോൾ ഇവര് ഈ കൊറോണ സമയത്ത് ഞാൻ തെരുവോരങ്ങളിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് നായികളെ കണ്ടു. അന്ന് തുടങ്ങിയ ഭക്ഷണം കൊടുപ്പാണ്. ഏകദേശം 100ഓളം നായികൾ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡ്, അതുപോലെ ചെറുപുഷ്പം, അതേപോലെ പുളിങ്കൂട്ടം, അങ്ങനെ പല മേഖലകളിൽ ഇങ്ങനെ ഒരുപാട് നായികൾ. ഞാൻ ഒരു 100ഓളം 89-100ഓളം അടുപ്പിച്ച് ഓളം നായികൾക്ക് കൊടുക്കുന്നുണ്ട്. ഏകദേശം ആ കൊറോണ സമയം മുതൽ കൊടുത്തു തുടങ്ങിയത്. പിന്നെ നായിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അപകടമാണെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ മൃഗങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര നന്ദിയുള്ള. ഇപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ കടിക്കില്ലേ? അപ്പോൾ അവർക്കറിയാം അവരുടെ ആൾക്കാരാ, തിരിച്ചറിയാനുള്ള അറിവൊക്കെ നായിക്കുണ്ട് അല്ലേ? നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു പൊന്മല? എവിടെയായിരുന്നേ? എന്താണ്? അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. ഞാൻ പോണേ. വരുന്ന ബാ ബാ ഇറങ്ങി വാ ബാ ഓടിയ വാടാ ബാ വരെ. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞത് ഒരുപാട് മനസ്സിൽ കുളിർക്കുന്ന കാഴ്ചകളാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ നായ ഇങ്ങനെ കടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെരുവിൽ അലയുന്ന നായല്ലേ. അവരെ സ്നേഹിച്ചാൽ അവർക്ക് കൊണ്ട് സ്നേഹം എന്നുള്ള മനസ്സിലാക്കണം. വീട്ടിൽ വളർത്താൻ മാത്രമല്ല, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. ഇത്രയും ജനങ്ങളെ കാവല് കിടക്കുന്ന, എത്രയോ കടകൾക്ക് കാവല് കിടക്കുന്ന ഒരു സെക്യൂരിറ്റി ആണ് അവര്. നമ്മളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പൊന്മല? അല്ലേ? ശരിയല്ലേ? ചിരിക്കും ഇല്ലടാ. ഞാനിപ്പോ അതെ ആളുകൾക്ക് അതെ ആഹാരം കൊടുക്കുന്നു, നായകൾക്ക് ആഹാരം കൊടുക്കുന്നു. അതെ, ഒരുപാട് നല്ല കാര്യം അല്ലേ? അങ്ങനെ ചില ചെറിയ കാഴ്ചകളും വലിയ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് മഹേഷ് ഏട്ടനും മഹേഷ് ഏട്ടൻ്റെ പൊന്മലയും
മറ്റേതോ നായകൾക്ക് ആഹാരം നൽകാനായി പോവുകയാണ്.